TLB'S ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സുവോളജി ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളുടെ റിവിഷൻ നടത്തുന്ന വീഡിയോയാണിത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും നമുക്ക് ഡിസ്കഷന് വിധേയമാക്കാം. ആദ്യമായിട്ട് ടൈഫോയിഡ് എന്ന ഡിസീസിനെ കുറിച്ചാണ് മനസ്സിലാക്കുവാനുള്ളത്. ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേര് സാൽമണല്ല ടൈഫി. സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. ഈ ടൈഫോയിഡ് ബാക്ടീരിയ പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ സ്മാൾ ഇൻറ്റസ്റ്റൈനെയാണ്. സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ അത് ഫുഡ് വഴിയും അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും ഒക്കെയാണ് ഈ ബാക്ടീരിയ ഇൻറ്റസ്റ്റൈനകത്തേക്ക് എത്തുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് സസ്റ്റൈൻഡ് ഹൈ ഫീവർ, വീക്ക്നെസ്, സ്റ്റൊമക്ക് പെയിന്, കോൺസ്റ്റിപ്പേഷൻ, ഹെഡേക്ക്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. അപ്പോൾ ഈ ഒരു സിംറ്റംസ് ഒക്കെ തന്നിരുന്നിട്ട് ഇത് ഏത് ഡിസീസിൻ്റെ സിംറ്റമാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ ആൻഡ് ഡെത്ത് മേ ഒക്കർ ഇൻ സിവിയർ കേസസ്. സിവിയർ കേസസിൽ ഇൻറ്റസ്റ്റൈനിൽ ഹോളുകളൊക്കെ ഉണ്ടായിട്ട് അൾസർ പോലെ ഡെവലപ്പ് ചെയ്തിട്ട് മരണം വരെ സംഭവിക്കാവുന്നതാണ് ടൈഫോയിഡ് ഡിസീസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ട മറ്റൊരു പേരാണ് വൈഡാൽ ടെസ്റ്റ്. ടൈഫോയിഡ് കണ്ടെത്തുന്നതിനുള്ള ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് വൈഡാൽ ടെസ്റ്റ്. ഇനി മലേറിയ എന്ന ഡിസീസിനെ കുറിച്ച് മനസ്സിലാക്കാം. മലേറിയ എന്ന ഡിസീസ് ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവനാണ്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഒവൈൽ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം എന്നിങ്ങനെ ഡിഫറൻറ്റ് സ്പീഷീസ് ഉണ്ട്. അതിൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറമാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള മലേറിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പേര് ചോദിക്കാവുന്നതാണ്. മലേറിയ അത് ഉണ്ടാക്കുന്ന പാത്തോജൻ്റെ പേര് ചോദിക്കാവുന്നതാണ്. പ്ലാസ്മോഡിയമാണ്. ഇതിൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറയുമ്പോൾ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന അത് ഈ ഒരു പ്രോട്ടോസോവന് ഇതൊരു ഡൈജനറ്റിക് പാരസൈറ്റാണ്. 2 ജീവികൾ വേണം അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആകാൻ. മനുഷ്യനാണ് പ്രൈമറി ഹോസ്റ്റ്, മൊസ്കിറ്റോ ആണ് സെക്കൻഡറി ഹോസ്റ്റ് എന്ന് പറയുന്നത്. മൊസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡിൽ ഇത് ഒരു റെസ്റ്റിംഗ് സ്റ്റേജിൽ കാണുന്ന സ്റ്റേജാണ് സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന സ്റ്റേജ്. ഈ സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന സ്റ്റേജ് മൊസ്കിറ്റോ ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡിനകത്തേക്ക് പ്രവേശിക്കുന്നു. അത് ബ്ലഡിൽ കൂടെ ട്രാവൽ ചെയ്തിട്ട് ലിവറിലെത്തുന്നു. ലിവറിലെത്തിയതിന് ശേഷം ലിവർ സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നു. ലിവർ സെല്ലിനെ അറ്റാക്ക് ചെയ്തിട്ട് ലിവർ സെൽസിൽ ബേസ്റ്റ് ചെയ്തിട്ട് അത് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരുന്ന ഈ പാരസൈറ്റ്സ് അടുത്ത RBC ആണ് അറ്റാക്ക് ചെയ്യുന്നത്. RBCയെ അറ്റാക്ക് ചെയ്തിട്ട് RBCയെയും ബേസ്റ്റ് ചെയ്തിട്ട് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന സ്റ്റേജിൽ മെയിൽ സെൽസും ഫീമെയിൽ സെൽസും ഉണ്ടാവും. അതിനെ ഗാമീറ്റോസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ഈ ഗാമീറ്റോസൈറ്റ്സ് കൊതുക് അടുത്ത് ബ്ലഡ് കുടിക്കുമ്പോഴത്തേക്കും കൊതുകിൻ്റെ ഗട്ടിലെത്തുന്നു. ഗട്ടിലെത്തിയിട്ട് അവിടെ വെച്ചിട്ട് ഫെർട്ടിലൈസേഷന് വിധേയമായിട്ട് വീണ്ടും അത് അതിൻ്റെ സലൈവറി ഗ്ലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് സ്പോറോസോയിറ്റ് എന്നുള്ള സ്റ്റേജിലേക്ക് മാറുന്നു. ഇതാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓർക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് കോസ്ഡ് ബൈ എ പ്രോട്ടോസോവൻ പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം റിക്വയേഴ്സ് 2 hosts, man and female anopheles mosquito. Mosquito is the vector. Plasmodium enters the body as sporozoites by the bite of mosquito. അപ്പോൾ അതും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്മോഡിയം ബോഡിക്കകത്തേക്ക് കടക്കുന്ന സ്റ്റേജ് അത് സ്പോറോസോയിറ്റ്സ് ആണ്. പ്ലാസ്മോഡിയം മൾട്ടിപ്ലൈസ് ഇൻ ദ ലിവർ ആൻഡ് ദെൻ അറ്റാക്ക് ദ RBCs. ആദ്യം ലിവറിനെ അറ്റാക്ക് ചെയ്യുന്നു, ദെൻ RBC അറ്റാക്ക് ചെയ്യുന്നു. വിത്തിൻ 3 or 4 days RBCs rupture and release sporozoites along with a toxic substance which causes fever. അപ്പോൾ RBC റപ്ചർ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന ടോക്സിക് സബ്സ്റ്റൻസിനെയാണ് ഹീമോസോയിൻ എന്ന് പറയുന്നത്. ഹീമോസോയിനാണ് ഇടപെട്ടുള്ള പനി ഉണ്ടാകാൻ കാരണമായിട്ട് മാറുന്നത്. ആഫ്റ്റർ ബൈറ്റിംഗ് ദ സ്പോറോസോയിറ്റ് എൻറ്റേഴ്സ് ദ മൊസ്കിറ്റോസ് സലൈവറി ഗ്ലാൻഡ്. ഇനി അടുത്ത ഇമ്മ്യൂണിറ്റിയിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ബാരിയേഴ്സ് ഓഫ് ഇമ്മ്യൂണിറ്റിയാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്. ഫിസിക്കൽ ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, സെല്ലുലാർ ബാരിയേഴ്സ്, സൈറ്റോകൈൻ ബാരിയേഴ്സ്. ഈ ബാരിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് സ്കിൻ ഇൻ അവർ ബോഡി ഈസ് ദ മെയിൻ ബാരിയർ വിച്ച് പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ദ മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ സ്കിൻ ഒരു ഫിസിക്കൽ ബാരിയറാണ്. അതുപോലെ മ്യൂക്കസ് കോട്ടിംഗ് ഓഫ് ദ എപ്പിത്തീലിയം ലൈനിങ് ദ റെസ്പിറേറ്ററി, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആൻഡ് യൂറോജനൈറ്റൽ ട്രാക്ട്സ്.
ആൾസോ ഹെൽപ്പ് ഇൻ ട്രാപ്പിംഗ് മൈക്രോബ്സ് എൻ്ററിങ് അവർ ബോഡി. ഫിസിക്കൽ ബാരിയേഴ്സിന് മറ്റൊരു എക്സാമ്പിളാണ് മ്യൂക്കസ് കോട്ടിംഗ്. ഇനി ഫിസിയോളജിക്കൽ ബാരിയേഴ്സിൽ വരുന്നത് ആസിഡ് ഇൻ ദ സ്റ്റൊമക്ക്, സലൈവ ഇൻ ദ മൗത്ത്, tears from eyes, all prevent microbial growth. Physiological barriers and examples are acid in the stomach, saliva in the mouth, tears from eyes. Cellular barriers എന്ന് പറയുന്നത് നമ്മുടെ WBC സെൽസുകളാണ്. WBC സെൽസുകളിൽ പ്രധാനമായിട്ടും പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ്, PMNL. അപ്പോൾ അതും ഒരു അബ്രിവേഷൻ തന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. PMNL ഫുൾ ഫോം എഴുതാൻ. പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ്, പിന്നെ മോണോസൈറ്റ്സ്, നാച്ചുറൽ കില്ലർ സെൽസ്, ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ്, മാക്രോഫേജസ്, ഇതെല്ലാം സെല്ലുലാർ ബാരിയേഴ്സിന് എക്സാമ്പിളാണ്. ഇനി സൈറ്റോകൈൻ ബാരിയേഴ്സ് എന്ന് പറയുന്നത് വൈറസ് ഇൻഫെക്റ്റഡ് സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ഇൻ്റർഫെറോൺസ്. ഇൻ്റർഫെറോൺസ് മറ്റ് സെല്ലുകളെ വൈറസ് അറ്റാക്ക് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യും. ഒരു ആൻറ്റി വൈറൽ പ്രോട്ടീനാണ് ഇൻ്റർഫെറോൺ. അത് സൈറ്റോകൈൻ ബാരിയേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത് മിക്കവാറും ഒക്കെ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ബാരിയേഴ്സും അതിന് എക്സാമ്പിൾ എഴുതാനുള്ള ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം. Physical barriers, skin and mucous coating in respiratory, gastrointestinal tract, urogenital tract, prevent the entry of pathogens. Physiological barriers, acid in stomach, saliva in mouth and tear from eyes also destroy pathogens. Cellular barriers, polymorphonuclear leukocytes, PMNL or neutrophil, monocytes, lymphocyte, phagocytos engulf the germs. Cytokine barriers, interferon produced by virus infected cells to protect non-infected cells. അപ്പോൾ അതൊരു ആൻറ്റി വൈറൽ പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇൻ്റർഫെറോൺസ്. ഇനി ഒരു ആൻറ്റിബോഡി മോളിക്യൂളിൻ്റെ സ്ട്രക്ചറാണ് അടുത്ത് നോക്കാനുള്ളത്. ഇപ്പോൾ ഒരു ആൻറ്റിബോഡി മോളിക്യൂൾ ഇതൊരു ഫിഗർ തന്നിട്ട് ഐഡൻറ്റിഫൈ ദ മോളിക്യൂൾ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ ഫിഗർ കാണുമ്പോൾ ഓർത്തോടുക, ഇത് ആൻറ്റിബോഡി മോളിക്യൂളിൻ്റെ ഫിഗറാണ്. ഇതൊരു 4 പോളിപെപ്റ്റൈഡ് ചെയിൻ കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനും. ഹെൻസ് ദ ആൻറ്റിബോഡി ഈസ് റെപ്രസെൻറ്റഡ് ആസ് H2L2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. IgG, IgE, IgD, IgM, IgA എന്നൊക്കെ പറയുന്നത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആൻറ്റിബോഡീസ് ആണ്. അടുത്ത് വരുന്നത് എയ്ഡ്സ് എന്ന് പറയുന്ന ഡിസീസിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. Syndrome means a group of symptoms. It is a disease in which the body lost its acquired immunity. AIDS is caused by the human immunodeficiency virus, HIV virus, a member of a group of virus called retroviruses. റിട്രോവൈറസസ് എന്ന കാറ്റഗറിയിലാണ് എയ്ഡ്സ് വൈറസ് വരുന്നത്. എയ്ഡ്സ് ഉണ്ടാക്കുന്ന രോഗാണുവിൻ്റെ പേര് ചോദിക്കാം. ദാറ്റ് ഈസ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇനി എയ്ഡ്സ് എങ്ങനെയൊക്കെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്, ഏതൊക്കെ രീതിയിൽ എയ്ഡ്സിൻ്റെ ട്രാൻസ്മിഷൻ നടക്കാമെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, ബൈ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്, by sharing infected needles as in the case of intravenous drug abusers and from infected mother to her child through placenta. പ്രധാനമായിട്ട് ഈ ഒരു 4 മെത്തേഡ് ഓർക്കുക. സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, സെക്ഷൽ കോണ്ടാക്ട് വഴി ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി, ഇൻഫെക്റ്റഡ് നീഡിലുകൾ ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസേഴ്സൊക്കെ ഷെയർ ചെയ്യുന്നത് വഴി അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും പ്ലാസൻ്റയിൽ കൂടെ പാസ് ചെയ്യാം. റെപ്ലിക്കേഷൻ ഓഫ് റെട്രോവൈറസ് അത്യാവശ്യമില്ല നമുക്ക്. ഡയഗ്നോസിസ് എന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ എയ്ഡ്സ് ഈസ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ. അപ്പോൾ അതും ഒരു എക്സ്പാൻഷൻ എഴുതാൻ ചോദിക്കാവുന്നതാണ്. എലിസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ. അപ്പോൾ എയ്ഡ്സിൻ്റെ ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എലിസ ടെസ്റ്റ്. ഇനി എങ്ങനെയൊക്കെ എയ്ഡ്സ് പ്രിവെൻറ്റ് ചെയ്യാം, അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ഏജൻസിയുടെ പേര് അതാണ് നാക്കോ, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഓർക്കുക, നാക്കോയും എക്സ്പാൻഷൻ എഴുതാൻ ചോദിക്കാവുന്നതാണ്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഇങ്ങനെ WHO started a number of programs to prevent the spreading of HIV infection, making blood from blood banks safe from HIV, then ensuring the use of only disposable needles and syringes in public and private hospitals and clinics, controlling drug abuses, free distribution of condoms, advocating safe sex and promoting regular checkups for HIV in susceptible populations. ഈ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് അത് അത്യാവശ്യമില്ല പഠിക്കാൻ.
ദെൻ ക്യാൻസറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ട്യൂമേഴ്സ് 2 ടൈപ്പ് ട്യൂമേഴ്സ് ഉണ്ട്, ബിനൈൻ ട്യൂമറും മാലിഗ്നൻ്റ് ട്യൂമറും. അപ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിനൈൻ ട്യൂമർ ആൻഡ് മാലിഗ്നൻ്റ് ട്യൂമർ? ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത് നോർമലി റിമൈൻ കൺഫൈൻഡ് ടു ദെയർ ഒറിജിനൽ ലൊക്കേഷൻ ആൻഡ് ഡു നോട്ട് സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് കോസ് ലിറ്റിൽ ഡാമേജ്. എവിടെയാണോ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആ സ്ഥലത്ത് തന്നെ കൺഫൈൻ ചെയ്ത് കാണുന്ന ട്യൂമറാണ് ബിനൈൻ ട്യൂമർ. മാലിഗ്നൻ്റ് ട്യൂമർ എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് ഗ്രോ റാപ്പിഡ്ലി, ഇൻവേഡ് ആൻഡ് ഡാമേജ് സറൗണ്ടിങ് ടിഷ്യൂസ്, ഷോ എ പ്രോപ്പർട്ടി ഓഫ് മെറ്റാസ്റ്റാസിസ്. ഇപ്പോൾ ഓർക്കുക, ബിനൈൻ ട്യൂമർ എന്ന് പറയുന്നത് എവിടെയാണോ ഒറിജിനേറ്റ് ചെയ്യുന്നത് ആ സ്ഥലത്ത് തന്നെ നിലനിൽക്കുന്ന ട്യൂമറാണ്, മറ്റു സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യാത്ത ട്യൂമറാണ് ബിനൈൻ ട്യൂമർ. മാലിഗ്നൻ്റ് ട്യൂമർ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ട് മറ്റ് സ്ഥലങ്ങളെയും മറ്റ് ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്ത് ഡാമേജ് ചെയ്യുന്ന ട്യൂമറാണ് മാലിഗ്നൻ്റ് ട്യൂമർ. മാലിഗ്നൻ്റ് ട്യൂമർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പാസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റാസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. The spread of cancerous cells to other parts of the body is called metastasis. ഇനി ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി ഉണ്ട്, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്, സർജറി ഉണ്ട്, റേഡിയേഷൻ തെറാപ്പി ഉണ്ട്. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് ട്രീറ്റ്മെൻറ്റുകൾ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. സർജറി എന്ന് പറയുമ്പോഴത്തേക്കും എവിടെയാണോ ക്യാൻസർ ബാധിച്ചത് ആ സ്ഥലത്തെ സർജിക്കൽ റിമൂവൽ നടത്തുന്നതാണ് സർജറി എന്ന് പറയുന്നത്. ഇനി റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത് എക്സ്റേസോ ഗാമ റേസോ ഇലക്ട്രോൺ ബീംസോ ഒക്കെ ഉപയോഗിച്ച് ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുന്നതാണ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി കീമോതെറാപ്പി എന്ന് പറയുന്നത് മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്ന പ്രോസസ്സാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഈ എല്ലാ മെത്തേഡുകളും സാധാരണ രീതിയിൽ ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജറിയൊക്കെ എല്ലാം ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ആൽഫ ഇൻ്റർഫെറോൺ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നേരത്തെ പറഞ്ഞു. ആൽഫ ഇൻ്റർഫെറോൺ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് മറ്റ് സെല്ലുകളെ ക്യാൻസർ അറ്റാക്ക് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ആൽഫ ഇൻ്റർഫെറോൺ എന്ന് പറയുന്നത്. ഇനി എഫക്ട്സ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസസിനെ കുറിച്ച്, ആൽക്കഹോൾ ഡ്രഗ് അബ്യൂസ് കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പോസ്റ്റർ എഴുതുക, ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇമ്മീഡിയറ്റ് എഫക്ട്സ് ഓഫ് റെക്ലെസ് ബിഹേവിയർ, വൻഡാലിസം ആൻഡ് വയലൻസ്, എക്സസ് ഡോസ് മേ ലീഡ് ടു കോമ ആൻഡ് ഡെത്ത് ഡ്യൂ ടു റെസ്പിറേറ്ററി ഫെയിലുവർ, ഹാർട്ട് ഫെയിലുവർ ഓർ സെറിബ്രൽ ഹെമറേജ്. Youth shows warning signs like lack of interest in personal hygiene, drop in academic performance, isolation, depression, fatigue, aggressive and rebellious behavior, etc. Drug abuser may turn to stealing or getting essential money. Intravenous injection of drugs may cause infections like AIDS, hepatitis B, etc. Long-term alcohol abuse leads to damage in nervous system and liver cirrhosis. Misuse of drugs by sports persons causes severe health problems, development of male characters in female and female characters in males. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളെങ്കിലുമൊക്കെ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയാണ് എഫക്ട്സ് ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ് കൊണ്ട് ഉണ്ടാകാവുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓർത്ത് വെച്ചിട്ട് കുറച്ച് പോയിൻറ്റ്സുകളെങ്കിലും ഒന്ന് എഴുതുവാൻ വേണ്ടി ഒന്ന് റെഡിയാക്കി തയ്യാറായിട്ട് ഇരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളായിട്ട് വരുന്നത്. For video lessons, please subscribe TLB'S biology classes. Thank you.